എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. 10th +2 ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കരിയർ ഡയറക്ഷൻ നൽകുന്ന മലയാളം കരിയർ ഗൈഡൻസ് ചാനലാണ്. ഫാഷൻ ഡിസൈനിങ്, ടെക്സ്റ്റൈൽ ഡിസൈനിങ്, അപ്പാരൽ ഇൻഡസ്ട്രി, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ, റീറ്റെയിൽ മാനേജ്മെൻറ്റ്, ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സ്, ലക്ഷറി ബ്രാൻഡ്സ് ഇതുപോലുള്ള ക്രിയേറ്റീവ് ഫീൽഡിൽ കരിയർ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമാണ് NIFT എൻട്രൻസ് എക്സാമിനേഷൻ. ഇന്നത്തെ വീഡിയോയിൽ NIFT എന്താണ്, NIFT എൻട്രൻസ് എക്സാമിൻ്റെ സ്ട്രക്ചർ എന്താണ്, UG PG കോഴ്സുകൾ ഏതൊക്കെയാണ്, എലിജിബിലിറ്റി എന്താണ്, അവരുടെ എൻട്രൻസ് പാറ്റേൺ എന്താണ്, അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, കരിയർ സ്കോപ്പ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് എന്താണ് NIFT എന്ന് നോക്കാം. NIFT എന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ്. ഫാഷൻ എഡ്യൂക്കേഷനിൽ ഇന്ത്യയിലെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് NIFT. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് NIFT. ഫാഷൻ, ടെക്സ്റ്റൈൽ, അപ്പാരൽ, ലൈഫ് സ്റ്റൈൽ, റീറ്റെയിൽ, മാനേജ്മെൻറ്റ് മേഖലകളിൽ സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം. ഇന്ത്യയിൽ ആകെ 18ലധികം ക്യാമ്പസുകളാണ് NIFTക്ക് ഉള്ളത്. NIFTയിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ നിങ്ങൾ എഴുതേണ്ട എൻട്രൻസ് എക്സാമിനേഷനാണ് NIFT എൻട്രൻസ് എക്സാമിനേഷൻ. ഇതൊരു നാഷണൽ ലെവൽ എക്സാമാണ്. കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. UG അതുപോലെ PG കോഴ്സുകൾക്ക് വേണ്ടി വ്യത്യസ്ത സെലക്ഷൻ സ്റ്റേജുകൾ ഉണ്ട്. ഇനി ഏതൊക്കെ കോഴ്സുകളാണ് NIFTയിൽ വരുന്നത് എന്ന് നോക്കാം. ബാച്ചിലർ ഓഫ് ഡിസൈൻ BDS ആണ് ആ ഒരു കോഴ്സ്. അതിൽ ഫാഷൻ ഡിസൈൻ, ടെക്സ്റ്റൈൽ ഡിസൈൻ, നിക് വെയർ ഡിസൈൻ, അക്സസറി ഡിസൈൻ, ലെതർ ഡിസൈൻ, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ, ഫാഷൻ ഇൻറ്റീരിയേഴ്സ് തുടങ്ങിയ കോഴ്സുകളുടെ സ്പെഷ്യലൈസേഷനാണ് ബാച്ചിലർ ഓഫ് ഡിസൈനിൽ ഉള്ളത്. ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ അപ്പാരൽ പ്രൊഡക്ഷനാണ് സ്പെഷ്യലൈസേഷൻ ഉള്ളത്. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളായിട്ട് മാസ്റ്റർ ഓഫ് ഡിസൈൻ, അതുപോലെ മാസ്റ്റർ ഓഫ് ഫാഷൻ മാനേജ്മെൻറ്റ്, മാസ്റ്റർ ഓഫ് ഫാഷൻ ടെക്നോളജി എന്നീ കോഴ്സുകളും ഡോക്ടറൽ പ്രോഗ്രാമായിട്ട് PhD ഇൻ ഡിസൈൻ, PhD ഇൻ മാനേജ്മെൻറ്റ് ആൻഡ് PhD ഇൻ ടെക്നോളജിയാണ് ഉള്ളത്. ഇനി ഇതിൽ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. UG പ്രോഗ്രാമുകൾക്ക് +2 പാസ്സായിരിക്കണം എന്നുള്ളതാണ് എലിജിബിലിറ്റി ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതൊരു സ്ട്രീമിലുള്ള ആളുകൾക്കും ബാച്ചിലർ ഓഫ് ഡിസൈനിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ബട്ട് ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി ആണെങ്കിൽ അതിൽ മാത്സ് ഒരു കമ്പൽസറി സബ്ജക്റ്റാണ്. മാത്സ് പഠിച്ച ആളുകൾക്ക് മാത്രമേ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ UG കോഴ്സുകൾക്ക് ഏജ് ലിമിറ്റ് ഉണ്ട്. ബട്ട് PG കോഴ്സുകൾക്ക് ഏജ് ലിമിറ്റ് ഇല്ല. PG കോഴ്സുകൾക്ക് ഏതൊരു റെക്കഗ്നൈസ്ഡ് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പഠിച്ച ആൾക്കും PG കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഈ എൻട്രൻസ് എക്സാമിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അത് 3 ടൈപ്പ് എക്സാമുകളാണുള്ളത്. അതിൽ ഒന്നാമത് ജനറൽ എബിലിറ്റി ടെസ്റ്റ് GAT ആണ്. ഈ ജനറൽ എബിലിറ്റി ടെസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അതിൽ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, അനലിറ്റിക്കൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, ജനറൽ നോളജ്, കറണ്ട് അഫെയർസ്, അതുപോലെ PG സ്റ്റുഡൻസിനാണെങ്കിൽ കേസ് സ്റ്റഡിയും ആണ് എന്തിൽ വരുന്നത്, ഈ ജനറൽ എബിലിറ്റി ടെസ്റ്റിൽ വരുന്നത്. മറ്റൊരു ടെസ്റ്റാണ് ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ്. ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ടെസ്റ്റാണ്. ഡിസൈൻ കോഴ്സുകൾക്ക് മാത്രമായിരിക്കും ഇതുണ്ടായിരിക്കുക. അതായത് ഡിഗ്രി, ബാച്ചിലർ ഡിസൈൻ ആയിക്കോട്ടെ, മാസ്റ്റർ ഡിസൈൻ ആയിക്കോട്ടെ, ഡിഗ്രി കോഴ്സ് ഡിസൈൻ കോഴ്സുകൾക്ക് മാത്രമാണ് ഇത് ഉണ്ടായിരിക്കുക. അതിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ക്രിയേറ്റിവിറ്റി, അതുപോലെ ഇമാജിനേഷൻ, വിഷ്വലൈസേഷൻ, ഡ്രോയിങ് സ്കിൽസ്, കളർ സെൻസ്, ഇന്നോവേറ്റീവ് തിങ്കിങ് ഒക്കെയാണ് ഇതിലുണ്ടായിരിക്കുക. ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അഥവാ തിയറി ടെസ്റ്റ് അല്ല, എസ്സേ റൈറ്റിംഗ് അല്ല, ഡെഫിനിഷൻസ് അല്ല, നമ്മുടെ ഐഡിയാസ് വളരെ സിമ്പിളായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ടെസ്റ്റാണ് ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ഡിസൈൻ കാൻഡിഡേറ്റ്സിന് CATയും GATയും കഴിഞ്ഞിട്ട് ഒരു സിറ്റുവേഷൻ ടെസ്റ്റിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഈ സിറ്റുവേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു
മെറ്റീരിയൽ തരും. ആ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഒരു 3D മോഡൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ ആ കൺസെപ്റ്റ് എക്സ്പ്ലനേഷനും എഴുതി നൽകണം. അപ്പോൾ അത് അതിലെ ഇന്നവേഷൻ, സ്പേസ് വിഷ്വലൈസേഷൻ, മെറ്റീരിയൽ യൂസേജ്, കൺസ്ട്രക്ഷൻ, നീറ്റ്നെസ്, അതുപോലെ പ്രസൻറ്റേഷൻ ഒക്കെ നോക്കിയിട്ടാണ് അതിനൊരു മാർക്ക് ഇടുക. അതിൽ നമുക്ക് തരുന്ന മെറ്റീരിയൽ എന്ത് ചെയ്യില്ല, വീണ്ടും തരില്ല. അതുപോലെ ഒരു ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ടെസ്റ്റ് ആയിരിക്കും. ഈ ബാച്ചലർ ആൻഡ് ഡിസൈനിന് ഉള്ളൊരു ടെസ്റ്റാണ് സിറ്റുവേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പി ജി കോഴ്സുകൾക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതിൽ ഇൻ്റർവ്യൂ പാനൽ നമ്മളെ കരിയർ ക്ലാരിറ്റീനെ കുറിച്ച്, അതുപോലെ നമ്മുടെ സബ്ജക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ച്, അവയർനെസ്, ഫാഷൻ ഇൻഡസ്ട്രീനെ കുറിച്ചുള്ള അവയർനെസ്സിനെ കുറിച്ച്, ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ച്, മാനേജ്മെൻറ്റ് തിങ്കിങ്ങിനെ കുറിച്ച് ഒക്കെ ആയിരിക്കും അതിൽ ഇൻ്റർവ്യൂ പാനൽ ചെക്ക് ചെയ്യുക. ഇനി ഇതിൽ ഓരോ കോഴ്സുകൾക്കുള്ള വെയിറ്റേജ് എങ്ങനെയാണെന്ന് നോക്കാം. UG ഡിസൈനിന് അഥവാ ബാച്ചലർ ഡിസൈനിന് കാറ്റ് സ്കോറാണ് മേജർ വെയിറ്റേജ് ഉണ്ടാവുക. അതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടാണ് GAT സ്കോർ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഫൈനൽ വെയിറ്റേജ് ആയിട്ട് സിറ്റുവേഷൻ ടെസ്റ്റ് യൂസ് ചെയ്യും. ബാച്ചിലർ ഇൻ ഫാഷൻ ടെക്നോളജി ആണെങ്കിൽ അതിൽ GAT സ്കോർ മാത്രമാണ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. PG കോഴ്സുകൾക്ക് GAT ആണ് മേജർ വെയിറ്റേജ് ഉണ്ടാവുക. പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതുപോലെ മാസ്റ്റർ ഇൻ ഡിസൈനിങ് ആണെങ്കിൽ അതിൽ കാറ്റ് കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് ഓരോ ഇയർ വൈസ് ഈ പെർസെൻറ്റേജിന് അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റേജിനും ഒക്കെ എന്തുണ്ടാവാം, മാറ്റങ്ങൾ ഉണ്ടാവാം. ഇനി മേജർ NIFT ക്യാമ്പസുകൾ എവിടേക്കാണെന്ന് നോക്കിയാൽ NIFT ഡൽഹി ഉണ്ട്, മുംബൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, ചെന്നൈ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, കൊൽക്കത്ത ഉണ്ട്, ഗാന്ധിനഗർ ഉണ്ട്, ഭോപ്പാൽ, ഷില്ലോങ് തുടങ്ങി കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലുള്ളത് കണ്ണൂരാണ്. NIFTൻ്റെ ക്യാമ്പസ് കേരളത്തിലുണ്ട്, അത് കണ്ണൂരാണ്. അപ്പം ഇതിൻ്റെ ഒരു അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം NIFT എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. നമ്മൾ ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് ഡിക്ലറേഷൻ ഉണ്ടാവും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റിന് ശേഷം ആയിരിക്കും സിറ്റുവേഷൻ ടെസ്റ്റോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉള്ള കോഴ്സസ് ആണെങ്കിൽ അത് ഉണ്ടായിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അനൗൺസ് ചെയ്യും. അതുപോലെ സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് ആയിരിക്കും. സീറ്റ് അലോട്ട് ചെയ്യുന്നത് നമ്മുടെ മെറിറ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും. നമ്മളെ പ്രിഫറൻസിനൊക്കെ അനുസരിച്ചായിരിക്കും നമുക്ക് അലോക്കേഷൻ കിട്ടുക. അപ്പം ഡിസൈനിങ് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനർ, ടെക്സ്റ്റൈൽ ഡിസൈനറോ, അപ്പാരൽ ഡിസൈനറോ ഒക്കെ ഡിസൈനിങ്ങിലോ ഫാഷനിലോ ഒക്കെയാണ് നിങ്ങളുടെ പാഷൻ എന്തുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതിയിരിക്കേണ്ട ഒരു എൻട്രൻസ് ആണ് NIFT എന്ന് പറയുന്നത്. അതിൽ UG കോഴ്സുകളും ഉണ്ട്, PG കോഴ്സുകളും ഉണ്ട്. ഏത് കോഴ്സ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഈ എൻട്രൻസ് എഴുതിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഈ NIFTനെ കുറിച്ച് കുറേ മിത്തുകളുണ്ട്. അതായത് ഡ്രോയിങ് അറിയുന്ന ആളുകൾക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ, സയൻസ് സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അതുപോലെ മാർക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ള കുറേ മിത്തുകളുണ്ട്. അതൊക്കെ വെറുതെയാണ്. ക്രിയേറ്റിവിറ്റിക്കാണ് നമ്മുടെ മാർക്കിനേക്കാൾ ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കുക. ക്രിയേറ്റിവിറ്റി എത്രത്തോളം കൂടുതലുണ്ടോ, നിങ്ങൾക്ക് മാർക്കിനേക്കാൾ കൂടുതൽ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ ഏത് സ്ട്രീമിലെ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം. ചിലതിന് മാത്സ് വേണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട് എന്നുള്ളൂ. അതുപോലെ ഇതൊരു സ്കിൽ ബേസ്ഡ് ഇൻഡസ്ട്രി ആണ്. ഗ്ലോബലി ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ NIFT എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു എക്സാം മാത്രമല്ല, അതൊരു ഇന്ത്യയുടെ ക്രിയേറ്റീവ് എക്കണോമിയിലേക്കുള്ള ഒരു ഗേറ്റ് വേ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, ക്യൂരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ NIFT നിങ്ങളുടെ കരിയർ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇത്തരത്തിലുള്ള കൂടുതൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.